ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ എങ്ങനെ പോണു? അടിപൊളിയായി. ഒന്നാം പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നോ? അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം കേട്ടോ ഞാൻ സ്റ്റെൻസിലൊക്കെ ഇട്ടത് 12 മണിക്കാണ് രാത്രി. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് പണികളൊക്കെ തുടങ്ങി. പണികളൊന്നും പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ദമ്മും കാര്യങ്ങളൊക്കെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ഡ്രസ്സ് ഇട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അവർക്ക് കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു. ഒരു പലാസോ പാൻറ്റും പാവാട പാൻറ്റാണ് കേട്ടോ. അതേപോലെ പെപ്പലൻ ടോപ്പും രണ്ടുപേർക്കും ഓരോന്ന് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. മറ്റേത് ഇങ്ങനെ പോകുമ്പോൾ ഇടാന്നുള്ള രീതിയിൽ ജീൻസിൻ്റെ ഉടുപ്പും വിത്ത് ഇന്നറും കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞാനും ഒരു ടോപ്പും പാവാട പാൻറ്റും ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടിയിട്ട് കുളിച്ചിട്ടിടാൻ. എനിക്കും ഇതേപോലെ ഒരു ഇന്നറും അതേ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം മോനക്ക് നല്ല പനിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നല്ല പനിയും വയ്യായ്കയും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പം നോക്കിയാലും ഉറക്കമാണ് കേട്ടോ. നല്ല തീരെ വയ്യ, അതുകൊണ്ട് ഇങ്ങനെ കിടക്കലാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുറച്ച് അതിർന്ന് കുടിക്കുകയാണ് അവൾ. ബാക്കിയുള്ളവർ അവിടെ മൊബൈൽ കാര്യങ്ങൾ പിന്നെ ഇക്കാൻ്റെ മോനാണ് കേട്ടോ അത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയും സലാഡും അതേപോലെ പായസവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒന്നാം പെരുന്നാൾക്ക് ഇവിടെ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാഴയിലയിൽ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാഴയില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോ ഇലയും പൊട്ടിച്ച് അധികം വാഴ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതിൻ്റെ ഒക്കെ തുമ്പ് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഓരോ ഇലയിട്ട് സുഖമായിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മോനക്ക് നല്ല വാശിയുണ്ട്. ഞാൻ തിരുമ്പിയത് മുറ്റത്ത് നിന്ന് എടുത്തിട്ട് കൊടുന്നിട്ടതാണ്. അപ്പോൾ അവൻ അതിലിരുന്ന് കളിക്കുക. അപ്പം ഞാൻ ചീത്തൊന്നും പറയാൻ നിന്നില്ല, കാരണം അത്യാവശ്യം നല്ല വാശിയൊക്കെ ഉണ്ട്. പനിയൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഒന്ന് നടന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ പോവുക എന്നുള്ളൊരു പ്ലാനിങ് കൂടി ഉണ്ട്. ഇക്കാക്ക് കട ഉണ്ട് കേട്ടൊന്നും. അപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ വരാം, എന്നിട്ട് വീട്ടിൽ പോവുക എന്നുള്ളൊരു പ്ലാനിങ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ തിരുമ്പിയതൊക്കെ കൊടുന്ന് മടക്കി വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പെരുന്നാൾക്ക് മുന്നേ ഒന്നാം പെരുന്നാൾക്ക് അടിച്ചിട്ട് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ ഒന്നാം പെരുന്നാളുടെ അന്നാണ് ഇതിൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഒരു കോട്ടൻ്റെ 2 മീറ്റർ 2.5 മീറ്റർ കട്ടുള്ളൊരു ഇപ്പോൾ വലിയ ബോർഡറൊക്കെ വരുന്നില്ലേ, ആ ഒരു രീതിയിലുള്ള ഇതായിരുന്നു, ഫാബ്രിക് ആയിരുന്നു കേട്ടോ, കോട്ടൺ ആയിരുന്നു. സോ ഞാൻ നല്ല ജെറ്റ് ബ്ലാക്ക് കണ്ടപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ അങ്ങനെ ആവില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ നല്ല ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏത് കൊറിയർ വന്നാലും ഇവിടെ പൊളിക്കാൻ തല്ലാണ്. ഇപ്പം മൂത്തോള് കിടന്നുറങ്ങണ കാരനാണ്. ഇവളായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവള് എണിച്ചപ്പോൾ മറ്റോള് കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവള് പൊളിക്കാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ. ഏത് കൊറിയർ വന്നാലും ഇവർക്ക് പൊളിക്കണം. അപ്പോൾ അവരാഗ്രഹമല്ലേ പൊളിച്ചിരുന്നിട്ട്. എന്നിട്ട് കുറേ നേരം ഒരു 1.5 മണിക്കൂറത്തെ പ്രയത്നത്തിനൊടുവിൽ ആണ് അവളൊന്ന് പൊളിച്ചത് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചിരുന്നു പൊളിക്കട്ടെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവനത് നോക്കിയിട്ടിരിക്കുകയാണ്, എന്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവന് നോക്കണത്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ. മീഷോയിൽ അധികം റേറ്റൊന്നുമില്ല, 200 സംതിങ് ഒറ്റേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി കോട്ടനാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ബ്ലാക്കാണ്, റെഡും നല്ല ഒരു റെഡ് കളറാണ് കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഞാനത് ജസ്റ്റ് നാളെ സ്റ്റിച്ച് ചെയ്തിടാം. രണ്ടാം പെരുന്നാൾക്ക് എന്തെങ്കിലും വേണമല്ലോ, പുതിയത് എന്തെങ്കിലും ഇടണം എന്ന് വിചാരിച്ച് ഞാനിത് അപ്പം തന്നെ കട്ട് ചെയ്ത് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ടോപ്പെല്ലാം അടിക്കണ്ടല്ലോ. അപ്പോൾ ഞാനത് നല്ല രസമുണ്ട് കേട്ടോ, കണ്ടോ, നല്ല ബ്ലാക്കാണ്. അപ്പോൾ എനിക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ചെറിയ ബോർഡറും കാര്യങ്ങളും ചെറുതായിട്ട് ക്ലോത്ത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തതാണ്. അപ്പോൾ മോൾക്കും ഒരെണ്ണം അടിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരും ഇട്ടിട്ടുള്ള ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അടിപൊളി സാധനമാണ്. വേണ്ടവർ ഓർഡർ ചെയ്തോ കേട്ടോ. വലിയ റേറ്റൊന്നുമില്ല. സ്റ്റിച്ച് ചെയ്യണവർക്കൊക്കെ
അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇന്നലെ സ്റ്റെൻസിൽ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ അടിപൊളിയായിട്ട് കിട്ടി. എനിക്ക് നല്ല പരക്ക് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല വൃത്തിക്ക് തന്നെ കിട്ടി. അപ്പം ഞാൻ കാണിച്ചു തരുമ്പോൾ അവൻ്റെ തല്ലുകയാണ്, കാണിച്ചു കൊടുക്കണ്ട, അവൻ്റെ കൈ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പെരുന്നാൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, കുറേ കാലങ്ങളായി മൈലാഞ്ചി ഇടാറില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ല ഡിസൈനിൽ ഇടാറില്ല. ആദ്യമൊക്കെ പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് ഇടുന്ന ഒരാളാണ്. എത്ര ആൾക്കാർക്ക് കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ തലേ ദിവസം 2 മണി 3 മണി വരെയൊക്കെ ഇട്ട് കൊടുത്ത ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കുറേ ആയിട്ട് ടച്ച് വിട്ടപ്പോൾ പിന്നെ അത് വലിയ മോഡൽസൊന്നും എനിക്ക്, പിന്നെ പുതിയ പുതിയ പാറ്റേൺസൊന്നും ഞാൻ പഠിക്കാണ്ട് അറിയാണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. കുറച്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ 6 മണിയായപ്പോൾ ഇക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അവനക്ക് പനിയുടെ മരുന്ന് വാങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക കടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഞായറാഴ്ച തിരിച്ചു വരും, കാരണം സ്കൂളുണ്ട് തിങ്കളാഴ്ച മുതൽ. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവനക്ക് മരുന്ന് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി പനിയൊന്ന് വിട്ട് ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി നല്ല കുറവില്ലെങ്കിൽ പോയി കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ കൂടി കളിയും ചെറിയും ബഹളങ്ങളും ഒക്കെ ആയി. ആരും വന്നിട്ടില്ല. ഇനി മൂത്താളും അനിയത്തിയൊക്കെ നാളെ തന്നെ വരിക. 2-ാം പെരുന്നാൾക്കാണ് അവരൊക്കെ വരിക. അവർ നാത്തൂന്മാരും കാര്യങ്ങളും. എൻ്റെ നാത്തൂന് വന്നുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പം അങ്ങനെ ഇമ്മ ഇവിടെ പേരക്കുട്ടികളൊക്കെ വരുന്നത് പ്രമാണിച്ച് കുറേ അച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മ അങ്ങനെ കേട്ടോ, പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ടിന്ന് നിറച്ചുണ്ടാക്കിയൊക്കെ വെക്കും. അപ്പോൾ എത്ര ആൾക്കാരന്മാരൊക്കെ അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പേരക്കുട്ടികൾ അതൊക്കെ എടുത്ത് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 1-ാം പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിലൊക്കെ 1-ാം പെരുന്നാൾ എങ്ങനെ ആയിരുന്നു? പെരുന്നാൾ ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഫുഡ് നാടൻ വിഭവങ്ങളായിരുന്നു. അടിപൊളിയായിട്ട് വയറ് നിറച്ചിരുന്ന് കഴിച്ചു, ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. അസ്സലാമു അലൈക്കും.